അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ തരത്തിലുള്ള ഒരു ഡിസൈനാണ്. ഇങ്ങനൊരു ഡിസൈൻ ആയിരുന്നു നമ്മുടെ വിമാനത്തിനുണ്ടായിരുന്നുവെങ്കിൽ ആരും മരിക്കില്ലായിരുന്നു. ICAO കണക്കനുസരിച്ച് വിമാനാപകടം ഉണ്ടാകുന്നതിന്റെ 21% ഉണ്ടാകുന്നത് ലാൻഡിംഗ് സമയത്തും 7% ഉണ്ടാകുന്നത് വിമാനം പറത്തുന്ന സമയത്തും 8% ഉണ്ടാകുന്ന ടേക്ക് ഓഫ് സമയത്തുമാണ്. എന്നാൽ ഈ ഒരു തരത്തിലുള്ള ഡിസൈൻ ആണ് വിമാനത്തിനുള്ളത് എന്നുണ്ടെങ്കിൽ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. ഇതിൽ ആദ്യം ഒരു ക്യാപ്സ്യൂൾ ഭാഗം ഉണ്ടാവും. ആ ക്യാപ്സ്യൂൾ ഭാഗത്തിനകത്താണ് സഞ്ചാരികളും അവരുടെ ലഗേജും ഉണ്ടാവുക. രണ്ടാമത് ഒരു കോക്പിറ്റ് ആണ്. വിമാനത്തിന്റെ പൈലറ്റ് ഇരിക്കുന്നത് കോക്പിറ്റിലാണ്. ഈ രണ്ട് ഭാഗവും ഡിറ്റാച്ചബിൾ ആണ്. ഒരു അപകടം വന്നാല് കോക്പിറ്റും അതുപോലെ തന്നെ അവരിരിക്കുന്ന പാസഞ്ചറിന്റെ ആ ഒരു ക്യാപ്സ്യൂളും ഇളകി മാറും. ക്യാപ്സ്യൂളും കോക്പിറ്റും വളരെ സേഫ് ആയിട്ട് തന്നെ താഴേക്ക് വരികയും രണ്ട് അഡ്വാൻസ് പാരഷൂട്ടുകളുടെ സഹായത്തോടു കൂടി ഒരു റബ്ബർ ബാഗിന്റെ സഹായത്തോടു കൂടി വളരെ സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഉക്രൈനിലെ ഒരു സയന്റിസ്റ്റിന് ഓൾറെഡി ഇതിന്റെ ഒരു പാറ്റന്റ് കയ്യിലുണ്ട്. ഇങ്ങനെയൊരു ഡിസൈൻ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും വിമാന കമ്പനികൾ ഈ ഒരു ഡിസൈൻ അഡോപ്റ്റ് ചെയ്യാത്തത്?